വെൽക്കം ടു ആര്യരാജ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മുരിങ്ങ. ഇത് ഞാനിതിൽ വിത്തിട്ട് മുളപ്പിച്ചതാണ്. എനിക്കിവിടെ മുരിങ്ങ ഉണ്ട്, പക്ഷെ അത് കായ്ക്കാറും പൂക്കാറും ഒന്നുമില്ല കേട്ടോ. വെറുതെ ഇല എടുക്കാൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിത്തിട്ട് ഇതാ ഒരെണ്ണം മുളപ്പിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനി ഇതിനെ എനിക്ക് അടർത്തി അങ്ങോട്ട് മാറ്റി നടണം. ഇതാ ഒരു മൂട് തക്കാളിയും കൂടെയാണ്. ഈ തക്കാളി കണ്ടോ, ഇതുപോലെ മുട്ടും പൂവും ഒക്കെ വന്നു തുടങ്ങി. പക്ഷേ ഇതിൻ്റെയും കൂടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഇതിന് വളരാൻ വേണ്ട ഉരം കിട്ടണില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനെ ഇളക്കി ഈ മുരിങ്ങയെ ഇളക്കി മാറ്റി തരാം. അപ്പോൾ മുരിങ്ങ വലിയ മനോഹരമായി വന്ന് ഒത്തിരി മുരിങ്ങയ്ക്ക് കിട്ടും. മുരിങ്ങയ്ക്കയുടെ ഗുണങ്ങളറിയാലോ, ഒത്തിരി പോഷകാംശങ്ങളുള്ളതാണ് മുരിങ്ങയ്ക്ക. അതുപോലെ മുരിങ്ങയില്ല, എന്ത് നല്ല ടേസ്റ്റും എത്ര ഔഷധ ഗുണമുള്ളതെന്നാണ് അറിയാവൂ. അതുകൊണ്ട് നമ്മൾ ഈ മുരിങ്ങയൊക്കെ നട്ട് വളർത്തി അതിൽ നിന്ന് മുരിങ്ങയൊക്കെ അടർത്തിയെടുത്ത് കൂട്ടാൻ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെ. അതുകൊണ്ടേ നമുക്ക് ഈ മുരിങ്ങയെ ഇവിടെ നിളക്കി അങ്ങ് മാറ്റി നടാം. അപ്പോൾ ഇതിന് സ്വതന്ത്രമായിട്ട് നന്നായിട്ട് പൊടിച്ച് വരാൻ പറ്റും. ഇതാ കണ്ടോ. പക്ഷേ ഒരു വാട്ട എന്നുവെച്ചാൽ ഇതാണ് ഓരോരുത്തരും തിന്നുകൊണ്ട് പോണത്. അത് കാരണം ഇതിനൊരു വാട്ടം. അപ്പോൾ നമുക്കിതിനെ എന്തായാലും ഉടനെ ഇതിനെ ഇളക്കി മാറ്റി നടാം. മാറ്റി നടാമെന്ന് കാണിച്ചു തരട്ടെ? ശരി, നമുക്കിതിനൊന്ന് അങ്ങോട്ട് മാറ്റി നടാം. താന്നു പോയി കണ്ടോ. ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്ന ഉരങ്ങളാണ് കണ്ടോ. അടുക്കള വേസ്റ്റ് കണ്ടോ, പച്ചക്കറിയുടെ വേസ്റ്റ്, കോഴിക്കാരം എല്ലാമാണ് ഈ കിടക്കുന്നത് കണ്ടോ. ഇതുപോലെ നമുക്ക് പച്ചക്കറി വേസ്റ്റൊക്കെ എന്തുണ്ടെങ്കിലും ഇതുപോലെ കൊണ്ടിതിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. തഴച്ച് കയറി തഴച്ച് വന്നു കേട്ടോ. ഇതാ കണ്ടോ, ഇളക്കിയെടുത്ത് കണ്ടോ, ഇത്രയും വലുതായി കണ്ടോ. ഇതിനെ നമുക്കിനി അങ്ങോട്ട് വന്നുകൊണ്ട് നടാം. വരും, അങ്ങോട്ട് പോയി നടാം. ഇതിനപ്പുറത്ത് റോഡാണ് കേട്ടോ. നമ്മളെപ്പോഴും മുരിങ്ങ നടുമ്പോൾ റോഡിൻ്റെ പരിസരത്ത് നടണം. ഈ റോഡിൽ പോകുന്ന ബസ്സുകളുടെയൊക്കെ ഈ പുകയടിക്കുന്നത് ഈ മുരിങ്ങയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്. കണ്ടിട്ടില്ലേ, നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ തന്നെ ചില ഈ വീടിൻ്റെയൊക്കെ മതിലിൻ്റെ സൈഡുകളിൽ മുരിങ്ങ നട്ടിരിക്കുന്ന കാച്ചു കിടക്കും ഒത്തിരി. അത് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ റോഡിൻ്റെ സൈഡിൽ നടണം. അതുകൊണ്ടാണ് ഞാൻ ഈ മതിലിൻ്റെ അറ്റത്ത് വിടുന്നത്. അപ്പുറത്ത് റോഡാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിന്ന് നടാം. നട്ടതിന് ശേഷം നമുക്കിതിൽ ഒരിടാം. ആദ്യം നമുക്ക് നടാം. നട്ടതിന് ശേഷം ഒരിട്ട് കൊടുക്കാം. ഒരിട്ട് നമുക്ക് നട്ട് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഇത് മണ്ണ് മാത്രം മതി. ഇനി കുറച്ച് വളം ഇടുക, ഇട്ട് കൊടുക്കാം. നട്ടു ഇനി കുറച്ച് വളം ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വളം ഇടട്ടെ. കോഴിക്കാരവും അടുക്കള വേസ്റ്റും ചാണകപ്പൊടിയും നമുക്കിതിനെ ഇതിലോട്ടത് ഇട്ട് കൊടുക്കാം. ഇതിനെ നമ്മൾ മറ്റ് അടിവളങ്ങളൊന്നും വലുതായിട്ട് ചേർക്കണമെന്നില്ല. മുരിങ്ങയ്ക്ക് വലുതായിട്ട് നമ്മൾ വളമൊന്നും ഇടണ്ട. അത് മണ്ണിൽ നിന്ന് തന്നെ വളം പിടിച്ചെടുത്തുള്ളൂ. എന്നാലും നമുക്ക് ഇപ്പോൾ ഇത്രയും വളം ഇട്ട് ഇതിനെ നടാം. ഇത് നല്ല ഇനം മുരിങ്ങയാണ്. നമുക്ക് ആവശ്യമായ മുരിങ്ങയ്ക്ക് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഏകദേശം ഒരു 5-6 മാസം ആകുമ്പോഴേ ഇത് കാച്ചു തുടങ്ങും. കണ്ടോ, അങ്ങനെ മുരിങ്ങ നട്ടു. ഇനിയിപ്പോഴേ മഴ സീസണാണ്. നല്ല മഴയുണ്ടാവും. മഴയുണ്ട് കൊണ്ടം കയറി. ഇപ്പം തന്നെ കണ്ടോ ഇതിൻ്റെ കിളിരി കണ്ടോ, ഓരോന്നിൻ്റെ ഇല കണ്ടോ. ദോ ഒരു മഞ്ഞക്കിളി പോകണം കണ്ടോ. നോക്ക് കണ്ട, എന്നാ ഇതുകൊണ്ട് കണ്ട. മഞ്ഞക്കിളിയൊന്നും ഇപ്പോൾ കാണാറേ ഇല്ല. മഞ്ഞക്കിളിയുടെ മൂളിൽ പാട്ടുണ്ടേ,
മനസ്സിലും മായക്കാവടി ചിന്തും ചിന്തുണ്ടേ എന്ന് പറഞ്ഞ പോലെ മഞ്ഞക്കിളികളൊന്നും ഇപ്പോൾ കാണാനില്ല. അതിൻ്റെയൊക്കെ വംശം തന്നെ നശിച്ചു പോയി. ഇപ്പോൾ അങ്ങനെ ദൂരം പോകുന്നുണ്ട്. നമുക്കിവിടെ 2-3 കുരുവികളുണ്ട്. ഒരു കുരുവി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, 2 കൂടെ വാങ്ങി ഇപ്പോൾ. അത് കാരണം അതിൻ്റെ എപ്പോഴും ഈ ചിലപ്പ് കേട്ട് മറ്റുള്ള കിളികൾ അവിടെ ഇവിടെയൊക്കെ വന്നിരുന്നുകൊണ്ട് ഇത് ചിലയ്ക്കുമ്പോൾ അത് ചിലപ്പ് ചിലയ്ക്കും, അങ്ങനെ ചിലയ്ക്കുന്നതൊക്കെ കേൾക്കാം കേട്ടോ. അത് തന്നെ ഒരു പ്രത്യേക രസമാണ്. നമുക്ക് ഇനി ഒരു പടവലം നിൽക്കുന്നു, പറിക്കാൻ പോയാലും വാ പടവലം പറിക്കാൻ പോകാം. ഞാനേ അന്ന് 2 പടവലങ്ങ കാച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? അതിൽ ഒന്നിനെ ഞാൻ അന്ന് തന്നെ അടർത്തിയെടുത്തു കേട്ടോ. ഇതാ പൂക്കളൊക്കെ ഒത്തിരി വന്നിപ്പോണ്ട് ഇതാ വീണ്ടും 2 കൂടെ വന്നു. ഞാനിതാ അവിടെയും അവിടെയായിട്ട് ഞാനത് അതും കെട്ടി മൂടി അങ്ങനെ ഇട്ടിരിക്കുക. അത് വലുതായിട്ട് കാണിച്ചു. ഇതാ ഇതൊന്ന് വേറൊന്ന് ഞാനൊന്ന് കാണിച്ചതിൽ ഒന്ന് കണ്ടോ. പക്ഷേങ്കിലേ ഇന്ന് രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോൾ കാണാം ഇത് തറയെ തട്ടി വീണ് കിടക്കുന്നു. ഇതാ കണ്ടോ, മൂടി മാറ്റി. ഇതാ കണ്ടോ, ഇത് തറയിൽ തട്ടി കിടക്കുകയായിരുന്നു. ഞാനതിനിതാ പൊക്കി കയറിലോട്ട് കെട്ടി. ഇതിൻ്റെ വെയിറ്റ് കൊണ്ടാണ്. അത് കാരണം ഇതാ കണ്ടോ കുറച്ച് ഭാഗം അഴുകിപ്പോയി കേട്ടോ. നോക്കിയേ കണ്ടോ, അത് അടർന്നും വീണു. എങ്ങനെയാണെന്നറിയില്ല, ഈ തറയെ തട്ടി നിന്നപ്പോൾ വെള്ളം കൊണ്ടും ഇതിലെന്തോ കുത്തിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ പകുതി ഭാഗം ചീഞ്ഞു പോയി കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. ഇതാണ് പറഞ്ഞത്, നമ്മൾ നന്നായിട്ട് മൂടിയിടണം. മൂടിയിട്ടില്ലെങ്കിൽ ഇതാണ് ഇതുപോലുള്ള കുഴപ്പങ്ങളൊക്കെ സംഭവിക്കും കേട്ടോ. ഇതാ കണ്ടോ, അഴുകിപ്പോയി കണ്ടോ. ഇങ്ങനെ അഴുവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂടിക്കെട്ടുന്നത്. പിന്നെ ഞാനേ അന്ന് പറഞ്ഞു വന്ന നാടകത്തിൻ്റെ കഥയെല്ലാം എല്ലാവരും മറന്നോ? കുറച്ച് നാളായി കേട്ടോ ഞാൻ പറഞ്ഞിട്ട്. ബാക്കിയോട് പറയട്ടെ, കുറച്ച് പറയാം. പിന്നെ ഞാനങ്ങനെ അന്ന് കൊല്ലം അസീസിയിൽ 2 വർഷം അഭിനയിച്ചു. ഞാൻ പറഞ്ഞില്ലേ, സാംസൺ ദലീല, പീലാത്തോസ്, അങ്ങനെ 2 നാടകം. പീലാത്തോസും ഒത്തിരി സ്റ്റേജ് കളിച്ചു കേട്ടോ. നമ്മൾ 10-300 സ്റ്റേജോളം കളിച്ചായിരുന്നു. അതുപോലെ സാംസൺ ദലീലയും അങ്ങനെ ഒത്തിരി പള്ളികളിലും ആശ്രമങ്ങളിലും ഈ കന്യാസ്ത്രീമാരോടും ഒക്കെ ഒത്തിരി അടുത്ത് ഇടപഴ എനിക്ക് ഭാഗ്യം കിട്ടി കേട്ടോ. അവരൊക്കെ നല്ല സ്ത്രീകളാണ് കേട്ടോ. എന്ത് സ്നേഹമാണെന്നറിയാവോ. അവരെയൊക്കെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നതിന് പ്രത്യേക ഒരു സ്റ്റൈലാണ്. അതുപോലെ അച്ഛന്മാർ അവരും ഇങ്ങനെയൊക്കെയാണ്. കപ്പൂച്ചിനച്ഛൻ, സന്യാസി അച്ഛൻ, അങ്ങനെ പല ടൈപ്പ് അച്ഛന്മാരാണ്. ഈ കാവ്യ വസ്ത്രം എടുത്ത അച്ഛന്മാരുടെ അവിടെയാണ് ഈ നാടക സമിതി ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവരുടെ കുർബാനകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടേതായ ജീവിതശൈലി. പിന്നെ ആ പള്ളിയിൽ അസീസിയിൽ തന്നെ ഈ കുട്ട വരിയുന്നതും ഞാൻ പറഞ്ഞില്ലേ, മെഴുകുതിരി കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. അത് പോയിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബുക്കിൻ്റെ ബിസിനസ്, ക്രിസ്മസ് വരുമ്പോൾ ഒത്തിരി കാർഡ് നമുക്കുമൊക്കെ തരുമായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് എൻ്റെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. മക്കൾ അവരുടെ സ്കൂളിൽ അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ക്രിസ്മസ് കാർഡുകളൊക്കെ എനിക്ക് തന്നെ ഒത്തിരി ക്രിസ്മസ് കാർഡ് ശേഖരണം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനതൊക്കെ എടുത്തങ്ങ് മാറ്റി. അങ്ങനെ സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലേക്ക് ആവശ്യമായുള്ള ബുക്കും ബാഗും എല്ലാം എനിക്ക് ആ അസീസിയിൽ നിന്ന് തന്നെ തരുമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വച്ച് തന്നെ എനിക്ക് 2 വർഷം കൊണ്ട് ഒരുപാട് സഹായങ്ങൾ കിട്ടി. അങ്ങനെ ഒത്തിരി ഒരു കയറ്റം ഉണ്ടായി കേട്ടോ. നല്ലൊരു വർഷമായിരുന്നു അത്. അവിടെ ആ നാടകങ്ങളൊക്കെ അങ്ങനെ അഭിനയിച്ച് നല്ല പേരൊക്കെ നേടി. അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് കൊല്ലം ഐശ്വര്യ കേട്ടിട്ടുണ്ടോ? ഭയങ്കരപ്പെട്ടൊരു സമിതിയാണ്. ഈ ഒരു SIയുടെ സമിതിയാണ്, മണികണ്ഠൻ നായർ എന്ന് പറയും. ആ സാറിൻ്റെ സമിതിയായിരുന്നു. അവിടെ എന്നെ വിളിച്ചു. അവിടത്തേക്ക് നല്ലൊരു അഡ്വാൻസ് തുകയും തന്ന് അങ്ങനെ അടുത്ത വർഷത്തേക്ക് ഞാൻ അവിടത്തേക്ക് എഗ്രിമെൻറ്റ് ചെയ്തു. ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത ദിവസം. ഇപ്പോൾ നമുക്ക് ഈ പടവലങ്ങ അറുത്തെടുക്കാം. ഇതൊക്കെ ഉണ്ടോ? എന്തായാലും ഇതെനിക്ക് ഒരു 2-3 ദിവസത്തെ ഉണ്ട് കണ്ടോ. ഇതാ ഇവിടെ കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. ഇത്രയും ഉണ്ട് കണ്ടോ. എങ്ങനെയുണ്ട് പടവലങ്ങ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.